ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡിലെ ഹിന്ദി സെക്കൻഡ് ടൈം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കിയാലോ. ഗതിവിധി എ, ഗൺ പടയും ഓർ ഉത്തർലികയും. എന്താണ്? ഖണ്ഡിക വായിച്ച്, അതായത് പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. एक दिन जंगल में सभी जानवर एक साथ मिलकर गेल रहे थे. എന്താണ്? ഒരു ദിവസം കാട്ടിൽ എല്ലാ മൃഗങ്ങളും, ജാൻവർ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളല്ലേ, എല്ലാ മൃഗങ്ങളും എന്താണ്? ഏക് സാത്ത് മിൽക്കർ, അതായത് ഒത്തൊരുമിച്ച്, ഗേൽ രഹേദേ എന്ന് പറഞ്ഞാൽ കളിച്ചു അല്ലേ. ഗേൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കളിയാണ്. അപ്പോൾ ഗേൽ രഹേദേ കളിച്ചു. ജംഗൽ കാ നയാ രാജ ചുന്നേ കാ ഗേൽദ. എന്ത് കളിയായിരുന്നു അത്? ജംഗൽ കാ നയാ രാജ, ജംഗലിലെ കാട്ടിലെ പുതിയ രാജാവിനെ തിരഞ്ഞെടുക്കുവാനുള്ള കളിയായിരുന്നു അത്. ബന്ദർ പേഡ് സേ ജോൾത്തെ ഹുയേ ഷെർക്കെ പാസ് ഗയാ ഓർ ബോല. അപ്പം ബന്ദർ ആരാണ് കൂട്ടുകാരെ? കുരങ്ങനല്ലേ. പേഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മരമാണ്. അപ്പം ബന്ദർ എന്ത് ചെയ്യാണ്? പേഡ് സേ ജൂൾത്തെ ഹുയേ, ജൂൾത്തെ യെസ്, ആടില്ലേ നമ്മൾ ഊഞ്ഞാലാടി പോകുന്ന പോലെ. ബന്ദർ ഇങ്ങനെ ആടി ചാടി ചാടിയല്ലേ പോവുക. ഊഞ്ഞാലാടിയും കൊണ്ട് ഷെർക്കെ പാസ് ഗയ, ഷെർ എന്ന് പറഞ്ഞാൽ സിംഹം അല്ലേ, സിംഹത്തിൻ്റെ അടുത്തെത്തി. ഓർ ബോല, എന്നിട്ട് പറഞ്ഞു, ദൗഡ് പ്രതിയോഗിത മേ ജോ ജീതേഗാ വഹ് ജംഗൽ കാ നയാ രാജ ബനേഗാ. എന്നിട്ട് എന്താണ് ഷെറിനോട് ബന്ദർ പറഞ്ഞത്? ദൗഡ് പ്രതിയോഗിത, ദൗഡ് അതായത് ഓട്ട മത്സരത്തിൽ ആരാണോ ജയിക്കുന്നത് അയാളായിരിക്കും ഇനി കാടിൻ്റെ പുതിയ രാജാവെന്ന് പറഞ്ഞു. പ്രതിയോഗിത മേ ഹാത്തി സബ്സെ തേസ് ദൗഡ ഓർ ജീത് ഗയ. പ്രതിയോഗിതയിൽ ആരാണ് ജയിച്ചത്? ഹാത്തി അല്ലേ. ഹാത്തി എന്ന് പറഞ്ഞാൽ ആന. ആന ഏറ്റവും സ്പീഡിൽ ഓടി ജീത് ഗയ, വിജയിച്ചു. ഹാത്തി ജംഗൽ കാ നയാ രാജ ബൻ ഗയ ഓർ സബി ജാൻവർ ഉസ്കാ ആദർ കർണേ ലഗേ. എന്താണ്? അങ്ങനെ ഹാത്തി ജംഗലിൻ്റെ പുതിയ രാജാവായി മാറുകയും അദ്ദേഹത്തെ എല്ലാവരും എന്ത് ചെയ്തു? ആദരിച്ചു, ബഹുമാനിച്ചു. ഓക്കെ, നമുക്കിനി ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ജംഗൽ മീൻസ് സബി ജാൻവർ ക്യാ കർ രഹേ ഥേ. ജംഗലിൽ കാട്ടിലെ എല്ലാ മൃഗങ്ങളും എന്ത് ചെയ്യുകയായിരുന്നു? സോ രഹേ ഥേ എന്ന് പറഞ്ഞാൽ ഉറങ്ങുകയായിരുന്നു. ഗേൽ രഹേ ഥേ നമുക്കറിയാം കളിക്കല്ലേ. ദെൻ ചൽ രഹേ ഥേ നടക്കുകയായിരുന്നു. ഗാ രഹേ ഥേ തിന്നുകയായിരുന്നു. ഇതിലേതായിരിക്കും റൈറ്റ് ആൻസർ? അതെ, ഗേൽ രഹേ ഥേ. എല്ലാ ജാൻവറും എന്ത് ചെയ്യാണ്? യെസ്, കളിക്കല്ലേ ചെയ്തത്. അപ്പം എന്താണ് ആൻസർ? ഗേൽ രഹേ ഥേ. ദെൻ കോൺ പേഡ് പർ ജൂൾ രഹാ ഥാ. ആരാണ് മരത്തിൽ ആടിക്കൊണ്ടിരുന്നത്? യെസ്, ആരായിരുന്നു? ഹാത്തി, ഷേർ, ബന്ദർ, ബാലു. ഹാത്തി എന്ന് പറഞ്ഞാൽ ആന, ഷേർ സിംഹം, ബന്ദർ കുരങ്ങൻ, ബാലു കരടി. അപ്പോൾ ഇതിൽ ആരാണ്? അതെ, ആൻസർ ആരാണ്? ബന്ദർ. ഓക്കെ, ദെൻ നയാ രാജ ചുനനെ കെ ലിയെ കോൺ സി പ്രതിയോഗിത ചലായി. പുതിയ രാജാവിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് മത്സരമാണ് നടത്തിയത്? ഭാഷൺ പ്രതിയോഗിത, ദൗഡ് പ്രതിയോഗിത, തൈരാക്കി പ്രതിയോഗിത, നാച്ച് പ്രതിയോഗിത. ഏതായിരുന്നു? ഓട്ട മത്സരമല്ലേ നടത്തിയത്. അപ്പം ആൻസർ എന്താണ്? ദൗഡ് പ്രതിയോഗിത. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രതിയോഗിത മേ കോൺ ജീത് ഗയ. മത്സരത്തിൽ ആരാണ് വിജയിച്ചത്? ഷേർ, ബന്ദർ, ഹാത്തി, ജിറാഫ്. സിംഹം, കുരങ്ങൻ, ആന, ജിറാഫ്. ആരാണ്? അതെ, ഹാത്തിയാണല്ലേ. ആൻസർ എന്താണ്? ഹാത്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. സഹി പ്രസ്താവ് ചുൻകർ ലിഖേം. ശരിയായ പ്രസ്താവന എടുത്തെഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നോക്കാം. സബി ജാൻവർ നയേ രാജേ കാ അനാദർ കർണേ ലഗ. എന്താണ്? എല്ലാ മൃഗങ്ങളും പുതിയ രാജാവിനെ അനാദരവ് അല്ലേ, അനാദരവ് കാണിച്ചു, അതായത് ബഹുമാനം കാണിച്ചില്ല എന്നാണ് പറയുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. സബി ജാൻവർ നയേ രാജ കാ ആദർ കർണേ ലഗ. പുതിയ രാജാവിനെ എല്ലാ മൃഗങ്ങളും ആദരവ് കാണിച്ചു. ദെൻ സബി ജാൻവർ നയേ രാജേ കോ പ്യാർ കർണേ ലഗ. എല്ലാ മൃഗങ്ങളും പുതിയ രാജാവിനെ എന്ത് ചെയ്തു? സ്നേഹിച്ചു. സബി ജാൻവർ നയേ രാജക്കോ നഫ്രത് കർണേലക. ഇതിൽ ഏതാണ് കറക്റ്റ് എന്ന് പറയുന്നത്? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണല്ലേ. എന്താണ്? സബി ജാൻവർ നയേ രാജക ആദർ കർണേ ലഗേ. ഓക്കെ, അപ്പോൾ ഇതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, സഹി പ്രസ്താവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കൂ. ഗതിവിധി 2 നോക്കൂ. കവിതാംശ് പഠിക്കർ സഖി മിലാൻ കരേം. എന്താണ്? നമ്മൾ പഠിച്ചൊരു കവിതാഭാഗമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. ഹവാ ദൂൾക്കെ ചോഡ്കെ ബാഗി सोती धूल अचानक जागी उड़ी हवा के पीछे पीछे हवा हो गई धूल के नीचे. ഇനി നമുക്ക് യോജിപ്പിക്കാൻ പറ്റും, എളുപ്പമാണ്. എന്താണ്? യെസ്, നമുക്ക് തന്നിട്ടുള്ള കവിതയുടെ വരികളാണ് നമ്മൾ യോജിപ്പിക്കേണ്ടത്. നോക്കൂ. ഉടി ഹവാക്കെ ഏതാണ് നോക്കൂ, തേർഡ് ലൈൻ നോക്കൂ. പീച്ചെ പീച്ചെ കിട്ടിയല്ലോ. ദെൻ ഹവാ ഹോ ഗയി,
ദെൻ ഏതാണ് യെസ് ഫസ്റ്റ് വരിയാണ് അല്ലേ. യെസ് ഹവാ ഹോ ഗയി ലാസ്റ്റ് ലൈൻ. ഓക്കെ, ഹവാ ഹോ ഗയി ലാസ്റ്റ് ലൈന്. ഹവാ ഹോ ഗയി ധൂൾ കെ നീജെ. ദെൻ സോത്തി ധൂൾ സെക്കൻഡ് ലൈനിൽ പറയുന്നുണ്ട് അല്ലേ. അചാനക് ജാഗി. ഇത് നേരെ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, യോജിപ്പിച്ച് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ധൂൾ കെ ബദലെ ഗഡ ജോഡ്കർ കവിത ലിഖേം. ധൂൾ കെ ബദലെ ഗഡ എന്ന് എഴുതിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കവിത മാറ്റി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കൂ, ലഗ ധൂൾ കെ കുച്ച് കെ ഗഡ്ബഡ് ധൂൾ കെ ദപ്പ് സെ നീച്ചെ ആ. ഇവിടെ ധൂൾ എന്നിടത്ത് എഴുതിയിടത്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, യെസ് 2 വരികളിലും ധൂൾ കണ്ടല്ലോ, അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഗഡ എന്ന് എഴുതുക. ഈ ഒരു പ്രവർത്തനം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്ന പ്രവർത്തനം തന്നെയാണ്, നമ്മൾ എഴുതിയിട്ടുള്ള പ്രവർത്തനമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ധൂൾ എന്നിടത്ത് ഗഡ എന്ന് എഴുതിയിട്ട് ഈ കവിത ഒന്ന് വീണ്ടും എഴുതുക. ഓക്കെ, അത്രയേ ഉള്ളൂ. ദെൻ ഗതിവിധി 3 നോക്കാം. സൂചന സഹി മിലാൻ കരേം. ശരിയായ രീതിയിൽ വരയ്ക്കാനാണല്ലേ, യോജിപ്പിച്ചെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ ആരുടെ ചിത്രമാണ്, അത് ഗിൽഹരിയാണല്ലേ. ഗിൽഹരി അണ്ണാൻ. ദെൻ നെക്സ്റ്റ് ചിടിയല്ലേ, ചിടിയ. ദെൻ കേങ്കട. ദെൻ ആരാണ്, രണ്ടിനെന്താ പറയുക, കേങ്കട അല്ലേ. ഓക്കെ, ദെൻ പൂമ്പാറ്റയ്ക്ക് എന്താണ്, തിത്തല്ലി. ദെൻ ബന്ദർ കുരങ്ങനല്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ യോജിപ്പിച്ച് എഴുതുക, വരച്ചു കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗതിവിധി 4. पेड़ लगाए हरियाली फैलाए संदेश छोड़कर പോസ്റ്റർ തയ്യാർ കരേം. പേട് ലഗായേം ഹരിയാലി ഫൈലായേം അല്ലേ. അപ്പോൾ നിങ്ങളും എന്ത് ചെയ്യുക, ഈ സന്ദേശം നൽകിക്കൊണ്ടൊരു പോസ്റ്റർ തയ്യാറാക്കുക. മനോഹരമായി ചിത്രമൊക്കെ വരച്ച് നിങ്ങൾക്ക് പോസ്റ്റർ മനോഹരമാക്കാവുന്നതാണ്. ഓക്കെ, ദെൻ ഗതിവിധി 5 നോക്കിയാലോ. കഹാനിക്ക് ഘടനാവുക്കോ ക്രമബദ്ധ കരെ. നമുക്കിവിടെ എന്താണ്, ഒരു കഹാനിയുടെ ചില സംഭവങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അത് ശരിയായ രീതിയിൽ ക്രമീകരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കൂ. ബാലുവിനെ സന്ദരേക്കോ ഫേങ്ക് ദിയ. ബാലു എന്ത് ചെയ്യാണ്, നാരങ്ങകൾ എന്ത് ചെയ്യാണ്, വലിച്ചെറിഞ്ഞു. ദോനോ സന്ദരെ ഗൂബ് ഹംസെ. 2 നാരങ്ങകളും വളരെ എന്താണ്, ചിരിച്ചു. ഹംസെ എന്ന് പറഞ്ഞ് ചിരിക്കല്ലേ, വളരെയധികം ചിരിച്ചു. ദോ സന്ദരെ ഗൂബ്നെ നിക്കലെ. 2 നാരങ്ങൾ എന്താണ്, ചുറ്റിക്കറങ്ങാൻ ഇറങ്ങി. സന്ദരയ്ക്ക് രസെ ആങ്കോമേ ജലൻ ഹുയി. സന്ദരയുടെ നാരങ്ങയുടെ നീര് കണ്ണിൽ തട്ടി നീറാൻ തുടങ്ങി. ബാലു സന്ദരേക്കോ ഗാന വാലാത. ബാലു എന്താണ്, സന്ദരെ നാരങ്ങൾ തിന്നാൻ തുടങ്ങി. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ഫസ്റ്റ് വരിക, യെസ് തേർഡ് വൺ അല്ലേ. ദോ സന്ദരെ ഗൂംനെ നിക്കലെ. 2 നാരങ്ങകൾ ചുറ്റിക്കറങ്ങാൻ ഇറങ്ങി. ദെൻ സെക്കൻഡ് ഏതായിരിക്കും, യെസ് ബാലു സന്ദരേക്കോ ഗാന വാലാത. ബാലു എന്ത് ചെയ്യാനാണ് ചെയ്തിരുന്നത്, ഗാന കഴിക്കാൻ പോവുകയാണല്ലേ. അപ്പോൾ എന്ത് സംഭവിച്ചു, യെസ് സന്ദരയ്ക്ക് രസേ ആങ്കോമേ ജലൻ ഹുയി. സന്ദരയുടെ നീര് കെട്ടിയിട്ട് കണ്ണിലൊക്കെ വെള്ളം നിറഞ്ഞല്ലേ, കണ്ണൊക്കെ നീറി. ദെൻ ഫോർത്ത് വൺ ഏതായിരിക്കും, ബാലുവിനെ സന്ദരേക്കോ ഫേങ് ദി. അപ്പോൾ ബാലു എന്ത് ചെയ്തു, സന്ദരെ വലിച്ചെറിഞ്ഞല്ലേ, നാരങ്ങ വലിച്ചെറിഞ്ഞു. ദെൻ ലാസ്റ്റ് എന്താണ്, യെസ് ദോനോ സന്ദരെ ഗൂബ് ഹുയി. 2 സന്ദരകളും എന്താണ്, നാരങ്ങകളും എന്ത് ചെയ്യാണ്, ഗൂബ് ഹംസെ. ഓക്കെ, ഗൂബ് ഹംസെ. അവർ വളരെയധികം ചിരിച്ചു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഘടന ക്രമപ്പെടുത്തി ഈ സംഭവങ്ങൾ എഴുതുക. ഓക്കെ, ദെൻ ഗതിവിധി നോക്കാം. ചിത്ര ദേക്കേം ഓർ ഗാലി സ്ഥാൻ ബരേം. അപ്പോൾ ഫസ്റ്റ് വൺ നോക്കുക, അവിടെ എന്താണ് എഴുതേണ്ടത്, നമ്മൾ അവിടെ 1 എന്നല്ല എഴുതിയിട്ടുള്ളത്, അവിടെ എന്ത് എഴുതണം, യെസ് ഏക് ഹാത്തി. ദെൻ സെക്കൻഡ് നമുക്കറിയാം ദോ ആണല്ലേ, ദോ ഷ്. ദെൻ 3 ഗായേം. 4 എന്നുള്ളിടത്ത് എന്ത് ചെയ്യും, 4 ഗോഡെ. ദെൻ 5 അല്ലേ, 5 എന്താ പറയുക, 5 തോത്തേ. യെസ് ഇതവിടെ 1 2 3 4 5 എന്ന് കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. ഇതെന്ന് കൂട്ടുകാർ കാണാതെ പഠിച്ചു വെക്കുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. നമ്മളെല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.